ഇന്ത്യ ഒരു വൈതരണിയിലല്ലേ? ഒരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ്? ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട ഒരവസ്ഥയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ? തൽക്കാലം അതങ്ങനെ തുടർന്ന് പോകാനേ സാധിക്കൂ. തൽക്കാലം അബദ്ധ പ്രസ്താവനകൾ, കാരണം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത മിണ്ടാതിരിക്കുക. ആവശ്യമില്ലാത്ത സമയത്തെ വേണ്ടാത്ത വർത്താനം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് പോലെ നരേന്ദ്രമോദി ചെയ്യുന്നില്ല. അതാണ് മോദിയുടെ ഡിപ്ലോമസിയുടെ ഒരു വലിയ കാര്യം. പറയേണ്ട കാര്യങ്ങൾ മാത്രം ഉച്ചത്തിൽ പറയുക, റൈറ്റ് ഒപ്റ്റിക്സിലേക്ക് ശ്രമിക്കുക. പക്ഷേ ഇവിടെ പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിലപാട് പറയേണ്ട സമയത്ത് പറയുന്നില്ല എന്ന ആരോപണമാണ് മുഖ്യമായി കേൾക്കുന്നത്. അത് പ്രതിപക്ഷം വല്ലാതെ ആഘോഷിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റേർണൽ സംവിധാനമുണ്ട്. പ്രതിപക്ഷങ്ങൾ സ്വരങ്ങൾക്ക് നേർത്ത ശബ്ദം മാത്രമേ ഉണ്ടാകൂ നാഷണൽ ലെവലിൽ. അതുകൊണ്ട് ഒരു ഒഫീഷ്യൽ ലൈൻ കുറച്ച് മുന്നോട്ട് പോകും. പക്ഷേ അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം പ്രതിപക്ഷത്തിനും കൂടെ അറിയാം, സാഹചര്യത്തിൻ്റെ ഗൗരവം പ്രതിപക്ഷത്തിനും കൂടെ അറിയാം എന്നതുകൊണ്ടാണ് ശബ്ദം നിർത്താതിരിക്കുന്നതും കൂടെ കരുതേണ്ടി വരും. ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് ഇന്നത്തെ സർക്കാരെങ്കിലും ഇതല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ കോൺഗ്രസ് സർക്കാരാണെങ്കിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നത് ഒരു കൗതുകകരമായ കാര്യമാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ട്രഡീഷണൽ പാലസ്തീനിയൻ നയമൊക്കെ രൂപീകരിച്ച് വന്നത്. അത് BJP സർക്കാരും പോകുന്നത്. പക്ഷേ BJP സർക്കാർ ഒരു പടി കൂടി, ഇത് ഇസ്രായേലിന് നേരെ ആദ്യം കൈകൊടുത്തത് BJP അല്ലല്ലോ, അത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് അല്ലേ. 92-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും ഒക്കെ ആയിരുന്ന സമയത്തല്ലേ ഇസ്രായേലുമായി ഔപചാരിക നയതന്ത്ര ബന്ധം ഉണ്ടായത്. എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിൽ പോകാനാവില്ലായിരുന്നു. അവിടെ യാത്രാനുമതി പോലും ഇല്ലാത്തൊരു രാജ്യം പെട്ടെന്ന് മാറി. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങി വെക്കുകയും BJP ഗവൺമെൻറ് അത് 2014 മുതൽ നരേന്ദ്രമോദി വളരെ ആർജവത്തോടു കൂടി ഈ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെ അത് പ്രായോഗികത, അതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമുക്ക് ഏത് ചെകുത്താനുമായും കൂട്ടുപിടിക്കാം. നമുക്ക് മൊറാലിറ്റി ഒന്നും വിഷയമല്ല, ഇല്ലേ? ധാർമ്മികത, ഇതൊക്കെ വെളിയിൽ പറയാനുള്ളതാണ്. ഡിപ്ലോമസിയിൽ പുറത്ത് പറയാനുള്ള നല്ല വാക്കാണ് ധാർമ്മികത. പൊളിറ്റിക്സിൽ ഒരു ധാർമ്മികതയുമില്ല. ഈ റിയാലിറ്റിയിൽ ഞാൻ അന്താരാഷ്ട്ര ബന്ധങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ റിയലിസ്റ്റ് തിയറി പ്രപ്പോസ്ഡ് ബൈ ഹാൻസ് ജെ മോർഗൻതോ, അദ്ദേഹം പറയുന്നതനുസരിച്ച് ദർ ഈസ് നത്തിങ് ലൈക്ക് എ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾ. അവനവൻ നിർവചിക്കുന്നതാണ് മൊറാലിറ്റി. അല്ലാതെ ഈ രാജ്യങ്ങൾക്ക് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ബാധകമല്ല. പക്ഷേ മാക്കിവെല്ലി പറയുന്നത് പോലെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, കൗടില്യൻ പറയുന്നത് പോലെ ഇത് ധാർമ്മികത പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ പ്രായോഗികമായി ജനങ്ങളുടെ ആവശ്യം, അതാണ് ദേശീയ താല്പര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.